ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഴമാങ്ങ കൊണ്ടൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. ഇപ്പം നമ്മുടെ നാട്ടിലെ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു. ഇതെനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ സീസൺ കഴിയുമ്പോഴാണ് അവിടുത്തെ മാങ്ങയുടെ സീസൺ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരുവിധം നല്ല വലിയ മാങ്ങയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാനെല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചുകൂടി എടുക്കണം. ഇനി ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. അത് ഉരുകി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പിട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു അരക്കപ്പോളം റാഗി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ റാഗി പൗഡറും മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വരണം. ഇത് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാകണ വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മാങ്ങയും റാഗിയും കൂടി നന്നായിട്ടൊക്കെ കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഏലക്ക ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണ മുമ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രം എടുക്കാം. ഏതെങ്കിലും പ്ലേറ്റ് ആയാൽ മതി. അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. എന്നിട്ട് പാത്രത്തിൽ ഇതുപോലെ ഒന്ന് നമുക്ക് പുരട്ടി കൊടുക്കാം. നമ്മളുടെ റാഗിയുടെയും മാങ്ങയുടെയൊക്കെ മിക്സ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ചൂടാറിയ ശേഷം വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ റാഗിയും മാങ്ങയും കൂടിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കൂടുതൽ ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.